അങ്ങനെ മമ്മയ്ക്ക് നല്ല ഫുൾ സർപ്രൈസ് ഒക്കെ കൊടുത്തു. മമ്മയുടെ ഫ്രണ്ട്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. സംഭവം 12 മണിക്ക് തന്നെ നമ്മൾ നമ്മുടെ ബർത്ത്ഡേ ആഘോഷിച്ചു. കാണുമ്പോൾ തന്നെ മനസ്സിലാവും പുള്ളിക്കാരി നല്ലപോലെ ഞെട്ടിയിട്ടിരിക്കുക. അങ്ങനെ നമ്മൾ നമ്മുടെ ബർത്ത്ഡേ പരിപാടികൾ തുടങ്ങി. കേക്കൊക്കെ എങ്ങനെയുണ്ട്? ഞാൻ കസ്റ്റമർ ഓർഡർ കൊടുത്തതാ, സ്വന്തം പുളിയല്ലേ. ആൻഡ് ദ നെക്സ്റ്റ് ഡേ മമ്മയ്ക്ക് വേറൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജ്വല്ലറി ഷോപ്പിലാണ് വന്നിരിക്കുന്നത്. അവിടുന്ന് മമ്മയ്ക്ക് നല്ല ഒരു അടിപൊളി റിങ്ങൊക്കെ എടുത്തിട്ട് നമ്മൾ യാത്രയായി. ഞാനും എൻ്റെ ചേട്ടനും എൻ്റെ അനിയനും നമ്മൾ എല്ലാവരും കൂടെ മമ്മയ്ക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ച് അടുത്ത സർപ്രൈസിനായിട്ട് പോയി. അപ്പോഴാണ് മമ്മ വിളിച്ചിട്ട് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് പുറത്ത് ഫുഡ് കഴിക്കാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടുത്തെ നല്ല നൈസ് സ്പോട്ടായ രഘുചേട്ടൻ്റെ കടയിലോട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ ഊണും ബീഫ് ഫ്രൈയും പോർക്കും എല്ലാത്തിനും നല്ല സ്പെഷ്യാലിറ്റി ആട്ടോ. സെലിബ്രിറ്റീസ് വരെ വന്ന് കഴിക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ ക്രൗഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവിടുത്തെ ഡിമാൻഡ്. ആൻഡ് ദ മെയിൻ തിങ് അങ്കമാലി മാങ്ങാക്കറി. അതെ, ആസിഫ് അലി പറഞ്ഞ അങ്കമാലി മാങ്ങാക്കറി അടക്കം എല്ലാം ഇവിടുത്തെ ഫേമസ് ഐറ്റംസ് ആണ്. അങ്ങനെ ഈ സൈഡ് ഡിഷസ് എല്ലാം കൂട്ടി ബീഫും പോർക്കും അടിപൊളിയായിരുന്നു. മാങ്ങാക്കറി എല്ലാം കൂടെ കൂട്ടി ചമ്മന്തിപ്പൊടിയും സംഭവം, പിന്നെ നല്ല ലൂബിക്കച്ചാറുണ്ടായിരുന്നു കേട്ടോ. അത് എല്ലാം കൂടെ കൂട്ടി ഒരു പിടിച്ചു പോലെ സംഭവം അടിപൊളിയായിരുന്നു. അപ്പോൾ അത്രയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.